നമസ്കാരം. ഇന്ന് കേരളമെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് കേരളത്തിൻ്റെ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നുള്ളതായിരുന്നു ആ ചോദ്യം. അല്ലെങ്കിൽ കേരളം മുഴുവൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചർച്ച ചെയ്തതും അതുതന്നെയാണ്. ഈ ചർച്ച എന്തുകൊണ്ടുണ്ടായി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ചർച്ച സജീവമായി നിലനിന്നത് എന്ന് പറയുമ്പോൾ അവിടെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാരണം ഇടതുപക്ഷ സർക്കാരിന്, അല്ലെങ്കിൽ 10 വർഷം കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിന് ദയനീയമായ ഒരു തോൽവി ഉണ്ടാകാൻ കാരണം ആ പാർട്ടിയെ തെറ്റായ ദിശാബോധത്തോടു കൂടി നയിച്ച മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനുമാണ് എന്നാണ് CPM-ന്റെ തെരഞ്ഞെടുപ്പ് പരാജയ അവലോകന യോഗങ്ങളിലെല്ലാം ഉയർന്നു കേട്ടത്. ബ്രാഞ്ച് തലത്തിലും ഏരിയ തലത്തിലും സംസ്ഥാന സമിതിയിലും അതുപോലെ തന്നെ ജില്ലാ സമിതിയിലുമെല്ലാം ചേർന്ന തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ അവലോകന യോഗങ്ങളിലെല്ലാം ഉയർന്നു കേട്ടത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയായിരുന്നു. അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ അധികാരത്തിൽ വരുമ്പോൾ 99 സീറ്റ് നേടിയാണ് അന്നവർ അധികാരത്തിൽ വന്നത്. വീണ്ടും അധികാരത്തിൽ വരും, 3.0 ആവർത്തിക്കും. 2026 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഇടതുപക്ഷം തന്നെ വീണ്ടും കേരളം ഭരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 99 സീറ്റ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ആകെ കിട്ടിയത് 35 സീറ്റാണ്. ഇതിൽ ഇടതുപക്ഷം 35 സീറ്റ് നേടുമ്പോൾ CPM-ന് മാത്രമായി 28 സീറ്റായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട അവസ്ഥ. 99-ൽ നിന്ന് 35-ലേക്കുള്ള CPM-ന്റെ ദയനീയമായ പരാജയം ആകാശത്ത് നിന്ന് പാതാളത്തിലേക്ക് പതിക്കുന്നതിന് തുല്യം തന്നെയായിരുന്നു. എന്നാൽ ഈ പരാജയത്തിൻ്റെ കൃത്യമായ ഉത്തരവാദിത്വം ഇടതുപക്ഷ സർക്കാരിനെ 2 വട്ടവും നയിച്ച് 10 കൊല്ലം കേരളം ഭരിച്ച പിണറായി വിജയൻ തന്നെയായിരുന്നു എന്നാണ് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ഉയർന്നു കേട്ട പരാതികൾ. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ MV ഗോവിന്ദൻ എന്ന സംസ്ഥാന സെക്രട്ടറിയെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ജനങ്ങൾ MV ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെയും ശൈലിയുടെയും പെരുമാറ്റ ദൂഷ്യത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വികാരത്തിൻ്റെയും ഫലമായി ഉണ്ടായ തോൽവി തന്നെയാണ് ഇടതുപക്ഷത്തിനുണ്ടായത് എന്നാണ് വിലയിരുത്തിയത്. മറ്റൊരവസരത്തിൽ AKG സെന്ററിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും, അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും 14 മണിക്കൂർ നേരമാണ് മുന്നിലിരുത്തി പ്രവർത്തകർ തൊലി ഉരിച്ചത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഈ എല്ലാ യോഗങ്ങളിലും കേരളത്തിലെമ്പാടും കണ്ണൂരും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കാസർഗോഡുമെല്ലാം ചേർന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ CPM-ന് 2026 നിയമസഭ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിൻ്റെ പ്രധാന തോൽവിയുടെ കാരണക്കാരൻ പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവും കലർന്ന പെരുമാറ്റ രീതികളും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് നിരക്കാത്ത രീതിയിലുള്ള ജീവിത ശൈലികളും സംഭാഷണ ശൈലിയും തന്നെയാണ് തോൽവിക്ക് കാരണം എന്നാണ് എടുത്തു പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള മതവിദ്വേഷം പരത്തുന്ന വർഗീയ ശക്തികളുമായി കൂട്ടുചേർന്നതും ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷത്തിൽ നിന്നും അകറ്റി എന്നുള്ള പരാമർശങ്ങളും ഉണ്ടായി, വിമർശനങ്ങളും ഉണ്ടായി. ഇത്തരം വിമർശനങ്ങളെല്ലാം തുടർന്നുകൊണ്ടിരിക്കുന്നു. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണം എന്ന് തന്നെയാണ് ഇന്നലെ ഒരു ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന ആക്ഷേപം. എന്നാൽ ഇത്തരം ജില്ലാ കമ്മിറ്റികളെല്ലാം യോഗം ചേരുന്നതിന് മുമ്പായിക്കൊണ്ട് തിടുക്കപ്പെട്ട് തന്നെയായിരുന്നു പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിക്കുന്നതും സംസ്ഥാന സമിതി അത് അംഗീകരിക്കുന്നതും. പിന്നീട് അത് പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു വിട്ടു. 19 അംഗ പോളിറ്റ് ബ്യൂറോവിൽ 7 പേരാണ് പിണറായി വിജയന് എതിരായി വോട്ട് ചെയ്തത്. അതിൽ മലയാളിയായ ബിജു കൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട അവസ്ഥയാണ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വരുന്നതിൽ പോളിറ്റ് ബ്യൂറോവിന് പോലും അതൃപ്തിയുണ്ട് എന്ന് പറയുമ്പോൾ അത്തരം അതൃപ്തി ജില്ലാ കമ്മിറ്റികളിൽ നിന്നും അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റികളുടെ അവലോകന യോഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നതിന് മുമ്പ് പിണറായി വിജയനെതിരായി ഒരു പ്രക്ഷോഭം രൂപം കൊള്ളുന്നതിന് മുമ്പായി കൊണ്ട് സംസ്ഥാന സമിതി തിടുക്കപ്പെട്ട്
അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പോളിറ്റ് ബ്യൂറോയിൽ വോട്ടിനിട്ട് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് ആക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അതായത് 2 ടൈമിലായി 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയൻ ഏകഛത്രാധിപതിയായി വാഴുകയായിരുന്നു. CPM-ൽ രണ്ടാം നിര നേതാവില്ലാത്ത രീതിയിലായിരുന്നു പിണറായി വിജയന്റെ വാഴ്ച എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് നിരക്കാത്ത രീതിയിലുള്ള ജീവിതവും ഭരണശൈലിയും തന്നെയായിരുന്നു പിണറായി വിജയൻ്റേത്. ഏതാണ്ട് 41 കാറിൻ്റെ അകമ്പടിയോടുകൂടിയുള്ള മൊബൈൽ ജാമറും ഇടിവണ്ടിയും ആംബുലൻസും ഫയർഫോഴ്സും അടക്കമുള്ള വൻ സന്നാഹങ്ങൾ രാഷ്ട്രപതിയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമെല്ലാം ഓരോ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തുമ്പോൾ ഉണ്ടാകാറുള്ള അത്ര വലിയ മോടിയോടുകൂടിയുള്ള യാത്രയായിരുന്നു പിണറായി വിജയൻ്റെ. അതും ജനങ്ങളെ റോഡിന് ഇരുവശത്തും തടഞ്ഞുകൊണ്ട് എല്ലാ സിഗ്നലുകളും ഓഫ് ചെയ്തിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കോൺവോയ് കടന്നു പോകുന്നതുവരെ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള യാത്ര. ഇതുപോലെ ഭരണതലത്തിൽ പറയുകയാണെങ്കിൽ സമസ്ത മേഖലയിലും അഴിമതി കെടുകാര്യസ്ഥത കൊടികുത്തി വാണു. പോലീസിനെ കയറൂരി വിട്ടു. കണ്ണി കണ്ടവരെയെല്ലാം പോലീസ് കേസെടുത്തു. പലരും കസ്റ്റഡിയിലെടുത്ത് തല്ലിക്കൊന്നു. കസ്റ്റഡി മരണം ഏറ്റവും കൂടുതൽ പിണറായി വിജയൻ്റെ കാലത്തായിരുന്നു. പിണറായി വിജയൻ പോലീസ് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസും ഇടതുപക്ഷത്തിന് വലിയ അവമതിപ്പുണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിൽ നോക്കിയാലും പിണറായി വിജയൻ തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ദയനീയമായ തോൽവിക്ക് ഉത്തരവാദി. അതുകൊണ്ട് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് പോലും ആക്കാൻ പാടില്ല. പ്രതിപക്ഷ നേതാവ് ആക്കിയതിനാൽ അതിലും കൃത്യമായ നടപടികൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റികൾ പിണറായി വിജയനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. ആരാണ് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി നിയോഗിച്ചത്? അവർക്ക് എന്താണ് ജനങ്ങളുടെ അല്ലെങ്കിൽ CPM-ന്റെ വികാരമറിയാതെ ഇങ്ങനെ നിശ്ചയിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആര് നൽകി, അധികാരം ആര് നൽകി? പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നുള്ള മുറവിളികളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അധികാരത്തിൽ 10 വർഷം കടിച്ചു തൂങ്ങിയ പിണറായി വിജയൻ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രിയുടെ അതേ പദവി തന്നെയാണ് പ്രതിപക്ഷ നേതാവിനുള്ളത്. സ്വന്തം കാറ്, ബംഗ്ലാവ്, ബാക്കി എല്ലാ സൗകര്യങ്ങളും അനുവദിച്ചു കിട്ടും. അതായത് സുഖലോലുപതയിൽ അഭിരമിക്കാനുള്ള മറ്റൊരവസരം കൂടിയാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള പദവി. എന്നാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം 80 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് പ്രായവും അതിനൊപ്പം തന്നെ അനാരോഗ്യവും അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഇനി പാർട്ടിയെ വീഴ്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിന് കൂടുതൽ ജനകീയനായ ഒരു പ്രതിപക്ഷ നേതാവായണം വരേണ്ടത്. പിണറായി വിജയൻ അതൊരിക്കലും സാധിക്കില്ല. ഒരിക്കലും ജനസമ്പർക്കമില്ലാത്തൊരു നേതാവ് തന്നെയായിരുന്നു പിണറായി വിജയൻ. മാത്രമല്ല പുതിയ ഭരണപക്ഷത്തിൻ്റെ നീതികേടുകൾ കണ്ടെത്തി അവർക്ക് ചോദ്യം ചെയ്ത് ജനങ്ങളെ അതിന് എതിരെ സമരത്തിന് സംഘടിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങളെ കൂട്ടി സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരങ്ങൾക്ക് എതിരെ സമരം ചെയ്യിക്കുക, അതിന് മാധ്യമങ്ങളെ കൂട്ടുപിടിക്കുക, മാധ്യമങ്ങളെ സമന്വയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക, ഇതിനൊന്നും പിണറായി വിജയന് സാധിക്കില്ല. ജനങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്ന ഒരു നേതാവ്, മാധ്യമങ്ങളോട് എന്നും കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നേതാവ്. അതുകൊണ്ട് ഇനിയും ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ CPM-നെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകണമെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ഒരു കാരണവശാലും പിണറായി വിജയന് സാധിക്കില്ല. അതുകൊണ്ട് പിണറായി വിജയൻ രാജിവെക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും CPM-ന്റെ ജില്ലാ അവലോകന യോഗങ്ങളിലും ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ പിണറായി വിജയനെ തിടുക്കപ്പെട്ട് പ്രതിപക്ഷ നേതൃനിരയിലേക്ക് വച്ചതിൻ്റെ കാര്യം പിണറായി വിജയനെ ജനം തന്നെ അവഹേളിച്ച് പുറത്തിറക്കുന്നൊരു അവസ്ഥയുണ്ടാകട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് MA ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ പിണറായി വിജയന് ഒരു പണി കൊടുത്തതാണ് എന്നും പറഞ്ഞു കേൾക്കുന്നു. ഇനി ജില്ലാ കമ്മിറ്റികളുടെ പ്രതിഷേധം ക്രമാതീതമായ ഉയരുന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.